വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ഒരു ഡെസേർട്ട് ടൈപ്പ് ഒരു പായസമാണ് കാണിക്കാൻ പോകുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ പായസം എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, പ്രിപ്പയർ ചെയ്യാനൊക്കെ മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓട്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഓട്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. അപ്പം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വറുത്തിട്ടൊന്ന് മാറ്റി വെക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കുക. എല്ലാവർക്കും അറിയാൻ പറ്റും, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വിധത്തിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും, കുറേ ടൈമൊന്നും വേണ്ട. ഓട്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയുക പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഇപ്പോൾ ഞാനിവിടെ ഒരു 17 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് മിൽക്കിൽ ഡേറ്റ്സും അതുപോലെ ഒരു 15 ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം, അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ലപോലെ ഹാർഡായിട്ടുള്ള ഡേറ്റ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബദാം നിങ്ങൾക്ക് തൊലിയൊക്കെ കളയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ സെയിം പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്ററും അതുകൂടാതെ ഒരു കപ്പും 250 മില്ലിയുടെ ഒരു കപ്പും കൂടിയാണ് ഞാൻ മിൽക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മിൽക്ക് ടോട്ടലായിട്ട് വേണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ടാണ് ഈ ബദാമും അതുപോലെ ഡേറ്റ്സും കൂടി അരച്ചെടുത്തത്. പിന്നെ ഒരു 1/2 ലിറ്റർ മിൽക്ക് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച ഈ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് ഓട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഓട്സ് വറുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണിപ്പോൾ ഹാഫ് ഇട്ടത്. അപ്പോൾ 1/2 കപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, മധുരം നോക്കിയിട്ട്. പഞ്ചസാര നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം ചെറിയൊരു പീസ് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന ആ ഒരു സമയം വരെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അടി കെട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് റൈസിൻസും അതുപോലെ കാഷ്യൂ നട്ട്സും കുറച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊന്നും പറയാൻ മറക്കരുത്. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ പായസം നല്ലൊരു ഭംഗിയുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.